ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയാലോ. ഇത് ബിഗിനേഴ്സിൻ്റെ പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളുടെ കയ്യിൽ ബേക്കിങ്ങിൻ്റെ ടൂൾസ് ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ ഈ ഒരു കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇതിൽ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ എങ്ങനെയാണ് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡാർക്ക് കോമ്പൗണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ചൂട് പാലാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കണം. അല്പം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലും അല്പം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഞാനിപ്പോൾ ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച ശേഷം അല്പം എണ്ണ കൂടി ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കേക്ക് ടിൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ഇപ്പോൾ ചേർത്തത്. 1 നുള്ള് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 2 തവണ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചേർത്തിട്ടുള്ള എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സായി വരുന്നതിന് വേണ്ടിയിട്ടാണ് 2 തവണ ഇങ്ങനെ അരച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാം. ആദ്യം ഒരു വലിയ പാത്രം നന്നായിട്ട് ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതിലൊരു റിങ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കേക്ക് ടിൻ വെച്ചിട്ട് 30 മിനിറ്റ് ഗ്യാസ് അടുപ്പിൽ വെച്ച് തന്നെ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൻ ഇല്ല എന്ന് കരുതി ആരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാതിരിക്കരുത്. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അര കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്കിത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂട് പാലൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ഈ ഒരു കൂട്ട് ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കിന്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലക്ട്രിക് ബീറ്റർ മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മിക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊരു 3 പോർഷനായിട്ട് ചേർത്തിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. ഇത് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് വീതം ചേർത്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്യേണ്ടത്. സ്പാറ്റില വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
ഇനിയിപ്പോൾ അടുത്ത പോർഷൻ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് സ്പാറ്റില കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ കേക്കിൻ്റെ കൂട്ട് ഇവിടെ റെഡിയാകും. ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഞാനിവിടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് ഓവൻ പ്രീഹീറ്റ് ചെയ്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഓവനിൽ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓവൻ അനുസരിച്ചിട്ട് സമയത്തിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ആ സമയമൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഒരു കേക്ക് കറക്റ്റായിട്ട് ബേക്കായിട്ട് വരാനായിട്ട് 30 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അത് ക്ലീനായിട്ട് വരികയാണെങ്കിൽ ഇത് ശരിക്കും ബേക്കായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ പാർച്ച്മെൻറ്റ് പേപ്പർ മാറ്റാം. ഇനി ഈ കേക്കിലേക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ചോക്ലേറ്റ് ഗനാഷ് ചേർക്കുമ്പോൾ നമ്മുടെ ഈ കേക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ 200 ml വിപ്പിംഗ് ക്രീമും 200 ഗ്രാം ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഡാർക്ക് കോമ്പൗണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ ബൗൾ വെച്ചിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുണ്ട്. ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. ആ ചൂടിലിരുന്ന് തന്നെ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാനായിട്ട്. ഞാനിവിടെ ഒരു വലിയ പ്ലേറ്റിന് മുകളിലായിട്ട് ഒരു ചെറിയൊരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് സ്പാറ്റുലയോ സ്പൂണോ ഒന്നും വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. സൈഡിലൊക്കെ നല്ലതുപോലെ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് താഴെ ഇരിക്കുന്ന പാത്രത്തിൽ വീണുകൊള്ളും. ഇപ്പോൾ ഇത് എല്ലാ വശത്തും നല്ലതുപോലെ സ്പ്രെഡായി വന്നിട്ടുണ്ട്. ഇനി ആ വലിയ പാത്രത്തിലുള്ള എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാം. അടുത്ത തവണ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചപ്പാത്തിയിലോ ബ്രെഡിലോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇത് ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഓവൻ ഇല്ലെങ്കിലും നിങ്ങളിത് ഗ്യാസ് അടുപ്പിൽ വെച്ചൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്